ഹായ് സ്റ്റുഡൻസ്, ഇന്നലത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് തുടങ്ങുന്നത്. ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഫ്ലോ ആണ്. ഓക്കെ, അതായത് പൈപ്പ് ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പൈപ്പിനകത്ത് കൂടെയുള്ള വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലോസസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ. ആക്ച്വലി നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലോ പഠിച്ചിട്ടുണ്ട്. പല ടൈപ്പിലുള്ള ഫ്ലോസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല. സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ബട്ട് ഈ പൈപ്പ് ഫ്ലോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻലി ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. നാലാമത്തെ മൊഡ്യൂളിൽ. ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ഡെറിവേഷൻസ് ഉണ്ട്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഒന്നല്ലെങ്കിൽ ആ ഡെറിവേഷൻ ചോദിക്കും, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതൊക്കെയാണ് ഈ മൊഡ്യൂളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രോ ആണ് പോണത്. ഇൻട്രോ പറയാം. ഇത് ജസ്റ്റ് റീഡ് ഔട്ട് ദിസ്. എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് പറയണത് ഈ പൈപ്പിലൂടെ ഉള്ളത്, പൈപ്പ് ഫ്ലോനെ കുറിച്ച്. ഓക്കെ, ജസ്റ്റ് ഒരു ബ്രീഫാണ് ഈ മൊഡ്യൂളിന് അകത്ത് കണ്ടൻറ്റ് ഉള്ള ഈ മൊഡ്യൂളിലുള്ള കണ്ടൻസിനെ ജസ്റ്റ് ബ്രീഫ് ചെയ്തിട്ടാണ് കാരണം പൈപ്പ് ലൈൻസ്, അത് സീരീസ് ഓഫ് പാരലൽ, മൾട്ടി സ്റ്റേജ് പൈപ്സ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് ഈ മൊഡ്യൂളിൽ. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഈ മൊഡ്യൂൾ പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ പൈപ്പ് ഫ്ലോ ആണെന്ന് പറഞ്ഞു. പൈപ്പ് ഫ്ലോയിൽ മെയിൻലി ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോനെ കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. അതൊരു പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിനകത്ത് കൂടെ ഒഴുകുന്ന വെള്ളം ലാമിനാർ ആണെങ്കിൽ അവിടെ വരുന്ന ലോസ് എന്താണ്, ഫ്രിക്ഷൻ ലോസ് എന്താണ് നോക്കും. എക്സ്പ്രഷൻ നമ്മൾക്ക് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പൈപ്പിനകത്ത് കൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ടർബുലൻ്റ് ആണെങ്കിൽ അത് അവിടെ വരുന്ന കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത് അറിയാനായിട്ട് റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ് നമുക്കൊന്ന് നോക്കണം. റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ് എന്തായിരിക്കും റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ്? നമ്മൾ ഈ ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോനെ കുറിച്ച് പറയുമ്പോൾ റെയ്നോൾഡ്സ് നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റെയ്നോൾഡ് എന്ന് പറഞ്ഞ ആളാണ്, ഓസ്ബോൺ റെയ്നോൾഡ്സ് ആണ് ആ നമ്പർ ഡിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾ ഒരു എക്സ്പെരിമെൻറ്റിലൂടെയാണ് അത് കണ്ടുപിടിച്ചത്. അതായത് ലാമിനാർ ഫ്ലോ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ആ എക്സ്പെരിമെൻറ്റാണ് നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണിത്. ഒരു കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്ക് ഉണ്ട്. കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിനകത്ത് വെള്ളമുണ്ട്. കോൺസ്റ്റൻറ്റ് ഹെഡിലുള്ള വാട്ടറാണ്. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഹൈറ്റിൽ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഹെഡിൽ ഇതിനകത്ത് വാട്ടർ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ വാട്ടറിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ടാങ്കിൽ. ഈ ഓപ്പണിങ്ങിലൂടെ വെള്ളം പുറത്തോട്ട് പോകുമ്പോഴും ഈ ടാങ്കിനകത്തുള്ള വെള്ളത്തിൻ്റെ ലെവൽ സെയിം ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതിനെയാണ് ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്ക് എന്ന് പറയാം. ഓക്കെ, ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു മെഷറിംഗ് ടാങ്ക് ഉണ്ട്. ഓക്കെ, ഈ മെഷറിംഗ് ടാങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്കിലൂടെ വരുന്ന വെള്ളം കളക്ട് ചെയ്യണതാണ് ഈ മെഷറിംഗ് ടാങ്കിനകത്ത് സംഭവിക്കുന്നത്. ഓക്കെ, ഈ കോൺസ്റ്റൻറ്റ് ഹെഡ് ടാങ്കിനകത്ത് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ബെൽ ഷേപ്പിലുള്ള മൗത്ത് എൻട്രൻസ്, ബെൽ ഷേപ്പ്ഡ് മൗത്ത് എൻട്രൻസ് ഉള്ളൊരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ ഈ കാണുന്ന ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പാണ് ബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതവിടെ കൊണ്ട് വിത്ത് ബെൽ മൗത്ത്ഡ് എൻട്രൻസ്, ഇതിലൂടെ എൻ്റർ ചെയ്യുന്നത് ബെൽ മൗത്താണ്. ദെൻ ഈ ബെൽ മൗത്ത്ഡ് ഷേപ്പ് എൻട്രൻസ് ഉള്ള പൈപ്പാണ് നമ്മൾ മെഷറിംഗ് ടാങ്കിലേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ബെൽ മൗത്ത്ഡ് പ്ലേസ്ഡ് എൻട്രൻസിൽ ഒരു വാൾവ് വെച്ചിട്ടുണ്ട്. എന്ത് വാൾവാണ്? റെഗുലേറ്റിംഗ് വാൾവാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. റെഗുലേറ്റിംഗ് വാൾവ് എന്ന് പറഞ്ഞാൽ ഫ്ലോനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ, വേരി ചെയ്യാനായിട്ടുള്ള വാൾവാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ബെൽ മൗത്ത് ഷേപ്പ്ഡ് വാൾവിനകത്തോട്ട് ഒരു സ്മോൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത് ഒരു ട്യൂബ്. ഈ ബെൽ മൗത്ത് ഷേപ്പ്ഡ് പൈപ്പിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്മോൾ ട്യൂബിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഡൈ ടാങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡൈ, ഇത് കളറ്. ഓക്കെ, ഡൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലേ, കളറാണ്. ഒരു കളറുള്ള ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിനകത്ത് ഡൈ ഉണ്ട്. ഓക്കെ, ആ ഡൈ
ടാങ്കിനകത്താണ് ഒരു സ്മോൾ ട്യൂബ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്മോൾ ട്യൂബ് കണ്ടിട്ട് ആ സ്മോൾ ട്യൂബ് നേരെ വന്ന് എവിടെയാണ്, നമ്മൾ ഈ വെൽ മൗത്ത് ഷേപ്പിലുള്ള ഗ്ലാസ് ട്യൂബിനകത്താണ് ഈ സ്മോൾ ട്യൂബ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തിനായിരിക്കും ഇവിടെ ഡൈ ടാങ്ക് വെച്ചിട്ടുള്ളത്? ഇതിനകത്ത് ഈ നമ്മളെ കോൺസ്റ്റൻ്റ് ഹെഡ് ടാങ്കിനകത്ത് വാട്ടറാണുള്ളത് അല്ലേ, ഈ ടാങ്കിനകത്ത് ഡൈ ആണുള്ളത്. ഈ ഡൈ ഈ ട്യൂബിലൂടെ സ്മോൾ ട്യൂബിലൂടെ ഡൈ ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ഇതിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ വെൽ മൗത്ത് ഷേപ്പ് ഗ്ലാസ് ട്യൂബിനകത്ത് കൂടെ വെള്ളവും ഒഴുകുണ്ടാവും, ഡൈയും ഒഴുകുണ്ടാവും അല്ലേ. ഡൈ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് കളറായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള കളറായിരിക്കും, റെഡോ ബ്ലൂവോ ഏതെങ്കിലും ഒരു കളറായിരിക്കും അല്ലേ. ആ കളർ എന്താണ്, ഇതിനകത്ത് കൂടെ വരുന്ന ഫ്ലോനനുസരിച്ചിട്ട് നമുക്ക് ആ ഡിഫറൻസ് അറിയാം, ആ കളർ അറിയാം. വെള്ളത്തിലൂടെ ഒഴുകുമ്പോൾ ഉള്ള ഡൈയുടെ കളർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ കഴിയും. അതിനാണ് അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്നുള്ളത് നമുക്കിത് എക്സ്പെരിമെൻറ്റ് പറയുമ്പോൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഈ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപ്പാരറ്റസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മളിതിലൂടെ വെള്ളം ഒഴുകുകയാണ് അല്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെഗുലേറ്റിംഗ് വാൾവ് ഉണ്ട്. റെഗുലേറ്റിംഗ് വാൾവ് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്തു അല്ലേ, വാൾവ് ഞാനൊന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, ഇതിനകത്തൂടെ വെള്ളം ഒഴുകുന്നത് മെല്ലെ ഇതിനകത്തൂടെ എന്താണ്, ചെറുതായിട്ട് ഇതിലൂടെ ഡ്രോപ്പ് ചെയ്യും, വാട്ടർ ഡ്രോപ്പ് ചെയ്യും. അതായത് അപ്പോൾ ഇതിനകത്തൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും, യൂണിഫോം ആയിരിക്കും, സ്റ്റഡി ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ ഇതിനകത്തൂടെ ലെയർ ബൈ ലെയർ ആയിട്ടാണ്, ഓക്കെ, യൂണിഫോം സ്റ്റഡി എന്നൊക്കെ പറയാൻ മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. ആക്ച്വലി എന്താണ്, ഇതിനകത്തൂടെ എന്താണ്, ലെയർ ബൈ ലെയർ ആയിട്ടായിരിക്കും എന്താണ് വാട്ടർ ഫ്ലോ ചെയ്യുക. അപ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യണമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അല്ലേ, ഈ ബെൽ മൗത്ത് ഷേപ്പ്ഡ് ആണെന്ന് ഇവിടെ ഞാൻ വരയ്ക്കണമെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഡൈ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഡൈ ഇതിനകത്തൂടെ ഒഴുകില്ലേ, ഇങ്ങനെ ഒരു ലൈനായിട്ടല്ലേ പോകുക അല്ലേ. ദെൻ വാട്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ടർ എന്താണ്, വാട്ടർ ഇതിലൂടെ ഒഴുകില്ലേ, വാട്ടർ ഇങ്ങനെ ഒഴുകൂലേ, ലെയർ ബൈ ലെയർ ആയിട്ട് ഒഴുകും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ഫ്ലോ ആണ്, എല്ലാം ലെയർ ബൈ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും എന്താണ്, ഇത് ഡൈയിൽ നിന്ന് വരുന്ന ഫ്ലോ ആണ്, ഇത് വാട്ടറിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ ഡൈ സെപ്പറേറ്റ് ആയിട്ട് വാട്ടർ സെപ്പറേറ്റ് ആയിട്ട് ഒഴുകും. അതായത് ഇതിനകത്തൂടെ ഈ ബെൽ മൗത്ത് ഷേപ്പ്ഡായ ഇതിനകത്തൂടെ ഒഴുകണ വെള്ളത്തിൽ എന്താണ്, ഫ്ലക്ച്വേഷൻ ഒന്നുമില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോണത് അല്ലേ, ഇളക്കങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഫ്ലോനെ നമുക്ക് എന്തെന്ന് പറയാം, ലാമിനാർ ഫ്ലോ എന്ന് പറയാം അല്ലേ. ദെൻ ഞാൻ ഈ വാൾവ് വീണ്ടും ഒന്നും കൂടി റെഗുലേറ്റ് ചെയ്യുകയാണ്, വീണ്ടും ഒന്നും കൂടി ഓപ്പൺ ആവുകയാണ്. അപ്പോൾ എന്താണ്, ഹെവി ഫ്ലോ ഈ പൈപ്പിലൂടെ നടക്കുകയാണ് അല്ലേ. ഹെവി ഫ്ലോ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതിനകത്ത് എന്താണ്, ഇതുപോലെ ലൈൻ ബൈ ലൈനായിട്ട് വരുമോ, ലൈൻ ബൈ ലൈനായിട്ട് വരില്ല. ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് വാട്ട്, വേവി നേച്ചർ ഉണ്ടാവും അല്ലേ. ഡൈയും ഉണ്ടാവും, ഡൈയും വരും, എന്താണ്, ഡൈയും വാട്ടർ എന്താണ്, ഒരു വേവി കൈൻഡ് ഫോം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദെൻ അഗെയിൻ ഞാൻ വാൾവിനെ ഒന്നും കൂടി അങ്ങോട്ട് റെഗുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്ലോ എന്താണ്, ഹെവി ആവും. ഇതിങ്ങനെയുള്ള വേവി നേച്ചർ പോയിട്ട് എന്താവും, ബേസ്റ്റ് ആവും ഇൻ ദ സെൻസ്, ഇതിപ്പോൾ ഇങ്ങനെ മുൻപ് ഇങ്ങനെ എന്താണ്, റെഡും വേവി ആയിട്ട് പോയി, ബ്ലാക്കും വേവി ആയിട്ടാണ് പോയത്. ബട്ട് നന്നായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ വേവിനെസ് ഒന്നുമില്ല, ഇത് ഫുൾ അങ്ങോട്ട് ബേസ്റ്റ് ചെയ്തിട്ട് ഒഴുകുകയാണ് ചെയ്യുക. ഓക്കെ, അതായത് മിക്സ് ചെയ്യും, ഏത് നമ്മളുടെ ഡൈയും വാട്ടറും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യും. ആ ഫ്ലോ ആണ് എന്തെന്ന് പറയണത്, ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഈ ടർബുലൻറ്റ് ഫ്ലോൻ്റെ മുന്നുള്ള ഒരു സ്റ്റേജ് പറഞ്ഞല്ലോ, എന്താണ്, ഒരു വേവിനെസ് ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, വേവിനെസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വാൾവ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോ കൂടുമ്പോൾ ആദ്യം ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് അവിടെ ലാമിനാർ ഫ്ലോ ആണ് അച്ചീവ് ചെയ്തത് അല്ലേ, ലെയർ ബൈ ലെയർ ആയിട്ട്. ദെൻ കുറച്ചൊന്ന് വാൾവിൻ്റെ ഓപ്പണിംഗ് കൂട്ടിയപ്പോൾ, അല്ലെങ്കിൽ ഫ്ലോൻ്റെ സ്പീഡ് കൂട്ടിയപ്പോൾ, അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടിയപ്പോൾ അവിടെ ഒരു വേവി നേച്ചർ വന്നു എന്ന് പറഞ്ഞാൽ ലാമിനാറിൽ വിട്ടു അല്ലേ. ലാമിനാറിൽ നിന്ന് അതെന്താണ്, ടർബിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിന് ആ പറയുന്ന ഏരിയയാണ് എന്തെന്ന് പറയുക, ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയും. ഓക്കെ, ദെൻ ആ ട്രാൻസിഷൻ ഫ്ലോ എന്ന് മാറ്റി ടർബുലൻ്റ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ വാൾവ് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ എന്താണ്, ഫ്ലോൻ്റെ വെലോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ അതിനകത്ത് കൂടെ ഒഴുകണ വെള്ളം എന്താണ്, ട്രാൻസിഷൻ ഫ്ലോയിൽ നിന്ന് മാറി അത് മിക്സായി, ഡൈയും വാട്ടറും തമ്മിൽ മിക്സ് ആവണമെന്ന് പറയുമ്പോൾ അതെന്താണ്,
ലെയർ ബൈ ലെയർ ആയിട്ടുള്ള സിക്സ് ആഗ് മൂവ്മെൻറ്റ്സ് ആയി അല്ലേ, സിക്സ് ആഗ് മൂവ്മെൻറ്റ് റാൻഡം ഓർഡറിലുള്ള വാട്ടറിൻ്റെ ഫ്ലോ ആയി. അങ്ങനെ അതിനെയാണ് എന്ത് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കുക, ഇവിടെ കാണിച്ചിരിക്കുന്നത് ലാമിനാർ ഫ്ലോൻ്റെ ആണ്. നമ്മളിവിടെ ഈ ബെൽ ഷേപ്പ്ഡ് മൗത്ത് എന്ന് പറഞ്ഞില്ലേ, ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞില്ല, അതാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൈ ഫിലമെൻറ്റ് സ്ട്രെയിറ്റ് ആൻഡ് സ്റ്റേബിൾ ആയിരിക്കും ഇവിടെ ലാമിനാർ ഫ്ലോയിൽ അല്ലേ. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, വെലോസിറ്റി ഓഫ് ഫ്ലോ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. നമ്മൾ വാൾവ് റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്ലോൻ്റെ വെലോസിറ്റി എന്താണ്, ഏറ്റവും കുറവായിരിക്കും. കുറവാകുമ്പോൾ എന്താണ് അവിടെ നമുക്ക് എന്താ ലാമിനാറാണ് കിട്ടുക. ദെൻ ഒന്ന് ഫ്ലോൻ്റെ വെലോസിറ്റി ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലോയിൽ നിന്ന് ലൈറ്റായിട്ടൊരു മീഡിയം റേഞ്ചിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ട്രാൻസിഷനാണ് സംഭവിക്കുന്നത്. അതായത് വേവി നേച്ചറിലാണ് അല്ലേ. ഡൈഫിലമെൻ്റ് എന്താണ്, വേവി ആയി മാറുകയാണ്. ദെൻ വീണ്ടും നന്നായിട്ട് തന്നെ ഫ്ലോൻ്റെ വെലോസിറ്റി കൂട്ടുമ്പോൾ, അതായത് വാൾവ് നന്നായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഡിഫ്യൂസ്ഡ് ഡൈഫിലമെൻ്റ് ആണ്. ഡൈ എന്ത് ചെയ്തു, ഡിഫ്യൂസ് ചെയ്തു, അതായത് ഇല്ലെങ്കിൽ ഡൈ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് പോകണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഈ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റിൽ റെയ്നോൾഡ് ഡിസ്കവർ ചെയ്ത 2 കാര്യങ്ങളുണ്ട്. അതാണ് പറയണത്. ഇൻ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ ദ ലോസ് ഓഫ് പ്രഷർ ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലോ. നോട്ട് ചെയ്യണം. അതായത് ലാമിനാർ ഫ്ലോൻ്റെ കേസിൽ പറയണത് ലോസ് ഓഫ് പ്രഷർ ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ HF എന്നാണ് ഡിനോട്ട് ചെയ്യുക. HF എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട് വെലോസിറ്റി ഓഫ് ഫ്ലോ എന്നാണ് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ ടർബുലൻറ്റ് ഫ്ലോയിൽ എന്താ പറയുന്നത്, പ്രഷർ ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി പവർ n എന്നാണ് പറയുന്നത്. ടർബുലൻറ്റ് ഫ്ലോ ആകുമ്പോൾ V പവർ n എന്നാവും. ആ എന്നിൻ്റെ വാല്യൂ എന്താണ്, 1.75 to 2 എന്നാണ് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ എന്തായാലും ഇത് ഇന്ന് 4ാമത്തെ മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയും മതി. നമ്മൾ പൈപ്പ് ഫ്ലോ ആണ് പഠിക്കുന്നത്. ഇത്രയും മതി. പൈപ്പ് ഫ്ലോ ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതേപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ ഉണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ റെയ്നോൾഡ്സ് നമ്പർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മെയിൻലി എന്താണ്, ഒരു ഫ്ലോൻ്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യാണ്. ഫ്ലോൻ്റെ ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെദർ ദ ഫ്ലോ ഈസ് ലാമിനാർ ഓർ ടർബുലൻ്റ് എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ നമ്പറാണ് എന്ത്, ഈ റെയ്നോൾഡ്സ് നമ്പർ. അത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ പറയുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, റേഷ്യോ ഓഫ് ഇനേഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റെയ്നോൾഡ്സ് നമ്പർ ഈക്വൽ ടു ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. ഈ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻടു ആക്സിലറേഷൻ ഓഫ് ഫ്ലൂയിഡ് എന്ന് എഴുതാം. അതേപോലെ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ തിങ്ക് ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷിയർ സ്ട്രെസ് ഇൻറ്റു ഷിയറിങ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അനുസരിച്ച് അറിയാം. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് mu ഇൻറ്റു DU ബൈ DY ഇൻറ്റു A എന്ന് എഴുതാം. ഓക്കെ, ഷിയറിങ് ഏരിയ എന്ന് എഴുതാം. അപ്പോൾ നമ്മളിത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ്. ഇതിലിപ്പോൾ എന്താണ്, നമ്മൾ മാസ് ഓഫ് ഫ്ലൂയിഡ് ഈ കാര്യങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ കിട്ടും. എന്താണ്, RE ഈക്വൽ ടു റോ VD ബൈ മ്യൂ എന്ന് പറഞ്ഞ് കിട്ടി. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. റോ VD ബൈ മ്യൂ. ഇതിനെ തന്നെ മാറ്റി എഴുതാം, VD ബൈ ന്യൂ എന്ന് എഴുതാം. അതെന്താണെന്ന് പറയാം. ഈ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ്. V എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ആണ് അല്ലേ. ഇവിടെ VD ബൈ ന്യൂ എന്ന് എഴുതി. എന്തുകൊണ്ടായിരിക്കും VD ബൈ മ്യൂ എന്ന് എഴുതി, ഇവിടെ റോ ബൈ മ്യൂവിന് മാറ്റിയിട്ടാണ് ന്യൂ എഴുതിയത് അല്ലേ. നമുക്കറിയാം എന്താണ് മ്യൂ ബൈ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ ബൈ റോ എന്ന് പറഞ്ഞാൽ എന്താണ്, കൈനമാറ്റിക് വിസ്കോസിറ്റി ആണെന്നറിയില്ല. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ ബൈ റോയാണ് അല്ലേ, മ്യൂ ബൈ റോയാണ്. സോ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ റോ ബൈ മ്യൂ എന്ന് പറയുമ്പോൾ 1 ബൈ ന്യൂ അല്ലേ, അതാണ് V ബൈ D ബൈ ന്യൂ എന്ന് എഴുതിയിട്ടുള്ളത്. ക്ലിയർ? ദെൻ അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണം. അത് മെയിൻലി യൂസ് ചെയ്യുന്ന എന്താണ്, റെയ്നോൾഡ്സ് നമ്പർ ഈസ് വെരി യൂസ്ഫുൾ പാരാമീറ്റർ ഫോർ പ്രൊഡിക്റ്റിംഗ് വെദർ ദ ഫ്ലോ ഈസ് ലാമിനാർ ഓർ ടർബുലൻറ്റ് അല്ലേ. പൈപ്പ് ഫ്ലോൻ്റെ കേസിൽ, പൈപ്പ് ഫ്ലോട്ടാ ശ്രദ്ധിക്കണം, പൈപ്പ് ഫ്ലോൻ്റെ കേസിൽ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000 ആണെങ്കിൽ ഫ്ലോ ലാമിനാർ ആണ്. വെൻ റെയ്നോൾഡ്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 4000 ആണെങ്കിൽ ടർബുലൻ്റ് ആണ്. അതേപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ 2000ൻ്റെയും 4000 ഇടയ്ക്കാണെങ്കിൽ
ദാറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്നാണ് പറയുന്നത്. ദാറ്റ് വി ക്യാൻ സേ ഇറ്റ് ആസ് ദാറ്റ് ഈസ് ട്രാൻസിഷൻ റീജിയൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഞാൻ പൈപ്പ് ഫ്ലോ എന്നെടുത്ത് പറഞ്ഞതിൻ്റെ റീസൺ പൈപ്പ് ഫ്ലോയ്ക്കാണ് ഇത് വാലിഡ്. ഓക്കെ, നേരെ മറിച്ച് ഒരു ഓപ്പൺ ചാനൽ ഫ്ലോ ആണെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ ഇതിങ്ങനെ ആയിരിക്കില്ല. ലാമിനാറിനുള്ള കണ്ടീഷൻ നമ്പർ വാല്യൂ ഇതായിരിക്കില്ല. ഓക്കെ, അത് ഫർദറായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ റെയ്നോൾഡ്സ് നമ്പറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ മൊഡ്യൂളിൽ ഈ റെയ്നോൾഡ്സ് നമ്പർ എന്തുകൊണ്ട് ആദ്യം നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഈ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ് ദെൻ ഇസ് റെയ്നോൾഡ്സ് നമ്പർ നമ്മൾ പഠിച്ചത് റീസൺ കാരണം ഈ മൊഡ്യൂളിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, പൈപ്പ് ഫ്ലോ ആണ്. അപ്പോൾ പൈപ്പ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പൈപ്പിനകത്തൂടെ ഒഴുകുന്ന ഫ്ലോയിൽ 2 ക്യാരക്ടറാണ് ഉണ്ടാവും, ഒന്ന് ലാമിനാർ ഒന്ന് ടർബുലൻറ്റ്. അപ്പോൾ ഈ ലാമിനാർ ഫ്ലോനെ കുറിച്ചും ടർബുലൻറ്റ് ഫ്ലോനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ട. ഒരു പൈപ്പിലൂടെ ഒഴുകുന്നത് ഒരു ലാമിനാർ ഫ്ലോ ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ലോസ് എന്താണ്, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ അറിവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടർബുലൻറ്റ് ഫ്ലോ ആണെങ്കിൽ അതിൻ്റെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അറിയണം. അപ്പോൾ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ലാമിനാർ എന്താണ് ടർബുലൻറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. പിന്നെ പേഴ്സണലി കാര്യം നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും കൂടി പറയാനുള്ളത്, നിങ്ങളുടെ പഠിത്തം വളരെ മോശമാണ്, നിങ്ങളാരും പഠിക്കണില്ല, ആരും ഒരു റെസ്പോൺസ് ഇല്ല എന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ അസൈൻമെൻറ്റ്സ് എല്ലാം ഞാൻ ഈ ഇടയ്ക്കാണ് നോക്കിയത്, വെറും 13 പേര് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് അസൈൻമെൻറ്റ്. അത് നല്ല രീതിയല്ല. എന്തായാലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ആണുള്ളത്, യൂണിവേഴ്സിറ്റി എക്സാം എന്തായാലും നടത്തും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു കുട്ടി പോലും പാസ്സാവില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ പഠിത്തത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, പഠിക്കുക. നമ്മളുടെ എഫേർട്ട് എടുക്കുകയാണ് ഈ ക്ലാസ്. അപ്പോൾ ഇത് എല്ലാവരും നന്നായിരുന്നു. നോട്ട് നിങ്ങൾ വീഡിയോ കണ്ട് തന്നെ എഴുതിയെടുക്കുക. ഇതിൻ്റെ നോട്ട് സെൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം മെയിൻ അതാണ്. നിങ്ങളിത് കണ്ട് നിങ്ങൾ സ്വയം എഴുതിയെടുക്കുക. അല്ലാണ്ട് നോട്ട് ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കണ്ട് നോട്ട് പ്രോപ്പറായിട്ട് എഴുതിയെടുക്കുക. വെറുതെ നോട്ട് എഴുതിയാൽ മാത്രം പോരാ, പഠിക്കുക. ഇനിയിപ്പോൾ ഒരു അടുത്ത എക്സാം വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് CATൻ്റെ എക്സാമിന് വളരെ പൂറായിരുന്നു പെർഫോമൻസ്, അത് പാടില്ല. അടുത്ത എക്സാമിന് നന്നായിട്ട് പഠിച്ച് എഴുതണം. അതുകൊണ്ട് ഈ 4ാമത്തെ മൊഡ്യൂൾ തൊട്ടെങ്കിലും നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, താങ്ക് യു.